മാൽപ്പയും സംഘവും വീണ്ടും ഡൈവിനൊരുങ്ങുകയാണ്. അവിടെ ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, അടുത്ത ഡൈവിന് തയ്യാറെടുക്കുന്നുണ്ടോ? അതിനിപ്പോൾ എത്ര സമയം കാലതാമസം ഉണ്ടാകുമെന്ന് അറിയണം. ഹഷ്മി, നിലവിലിപ്പോൾ നമ്മൾ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മുള കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് സംബന്ധിച്ച്, അത് മുള തന്നെയാണോ എന്ന് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് മുള തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. കൂടുതൽ മുള കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ അനുമാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ അവിടെ കുത്തി നോക്കുന്നതിനാകാം, അല്ലെങ്കിൽ 3 ബോട്ടുകൾ, ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചേർത്ത് വെച്ച് ബന്ധിക്കുന്നതിന് വേണ്ടിയാണോ ഇനി ഈ മുള കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അത് അവരുടേതായ അറിവുകൾ, പാരമ്പര്യ അറിവുകൾ പ്രകാരം മറ്റെന്തോ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അനുമാനം. എന്തായാലും മുള എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം വീണ്ടും ഡൈവിംഗ് തുടങ്ങും എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ രക്ഷാദൗത്യത്തിൽ നിന്നും തൽക്കാലം പിന്നോട്ടില്ല. ഈ തെരച്ചിലിൽ നിന്നും തൽക്കാലം ഈശ്വർ മാൽപ്പയും സംഘവും പിന്നോട്ടില്ല. കയർ നേരത്തെ അറുത്തുവിട്ടതാണ് എന്ന തരത്തിലൊരു ഇത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ MLA പറഞ്ഞത് അത് കയർ അഴിഞ്ഞു പോയതാണ് എന്ന തരത്തിൽ ഇപ്പോൾ വിശദീകരണം വന്നിട്ടുണ്ട്. അത്ര ശക്തമായ ഒഴുക്ക് ആ പ്രദേശത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ നേവിയുടെ ശക്തമായ പിന്തുണ ഈശ്വർ മാൽപ്പയ്ക്ക് കിട്ടി. കാര്യക്ഷമമായ അവർ ഈശ്വർ മാൽപ്പയെ കരയ്ക്ക് കയറ്റുകയും ചെയ്തു, ബോട്ടിലേക്ക് കയറ്റുകയും ചെയ്തു എന്നിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അന്വേഷണം ഇപ്പോഴും ഈ ട്രക്കിന് വേണ്ടിയുള്ള പരിശോധന ഇപ്പോൾ അല്പസമയത്തിനകം വീണ്ടും തുടങ്ങും. ഈ മുള ഉപയോഗിച്ച് അവരുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. 1-2 തവണ അദ്ദേഹം ഡൈവ് ചെയ്തു. ആദ്യം ഡൈവ് ചെയ്ത് കുറേയേറെ സമയം അദ്ദേഹം വെള്ളത്തിനടിയിൽ ചെലവഴിച്ചിരുന്നു. ആ ഘട്ടത്തിൽ നടത്തിയ പരിശോധന, അതിനുശേഷം രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി വെള്ളത്തിലേക്ക് പോയി. 3ാമത് തവണ ഇറങ്ങിയപ്പോഴാണ് ഈ കയർ അഴിഞ്ഞു പോയത്. അപ്പോൾ അത് 2 തവണയും പോയതിൻ്റെ വിവരം, അതിൽ എന്തെങ്കിലും നിർണായകമായതോ അല്ലെങ്കിൽ ഈ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതോ ആയ എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതേണ്ടത്. അത് അങ്ങനെയാണെങ്കിൽ ഈ മിഷൻ കൺട്രോൾ റൂമെന്ന് നമ്മൾ ആ കരയിൽ പറയുന്ന ആ കൂടാരത്തിലേക്ക് വിവരങ്ങൾ എത്തിയിട്ടുണ്ടാകണമല്ലോ. നിലവിൽ ഈ 3 തവണ നടത്തിയതും അദ്ദേഹം നടത്തിയ ട്രയലാണ് എന്നുള്ളതാണ് ഇപ്പോൾ MLA വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അടിത്തട്ടിലേക്ക് പോകുന്നതിന് മുന്നോടിയായി നടത്തിയ ട്രയൽ എന്ന രീതിയിൽ അതേ കണ്ടാൽ മതി എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നതായി പറയുന്നില്ല. നിലവിൽ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. അടിത്തട്ടിലേക്ക് പോകാൻ ഈശ്വർ മാൽപ്പെ ശ്രമിക്കുക തന്നെയാണ്. അദ്ദേഹം മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയല്ല ചെയ്യുന്നത്. ആ പ്രദേശത്ത് CP4 എന്ന ഒറ്റ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ, അതാണ് ഈശ്വർ മാൽപ്പെ നടത്തുന്നത്. അടിത്തട്ടിലേക്ക് പോവുക, അതാണ് അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം. ആ പറഞ്ഞ സ്ഥലത്ത്, ആ പറഞ്ഞ മീറ്ററിന് താഴെ ലോറിയുണ്ടോ, അതിന്റെ ക്യാബിനുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക, അത് അന്വേഷിക്കുക, അത് ഉറപ്പിക്കുക. അതാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യപടി എന്ന നിലയിൽ 3 തവണ അദ്ദേഹം ഇപ്പോൾ അതിന്റെ ഒരു പ്രാഥമികമായ പരിശീലനം നടത്തിയതാണ്. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുന്നതിന് വേണ്ടി ശ്രമം നടത്തും. ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഇനി പോകുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. അർജുന്റെ ടാങ്കർ കണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുളയടക്കം കൊണ്ടുവരുന്നത് ചില ഉദ്ദേശങ്ങളോടെയാണ്. അതിൽ നിന്ന് ചിലത് അനുമാനിക്കേണ്ടിയിരിക്കുന്നത് ആ ഒരു ബോട്ടിന് മാത്രമായി അവിടെ നിലയുറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഒരു പക്ഷേ മുള കൂടി കൊണ്ടുവന്ന് 3 മത്സ്യബന്ധന ബോട്ടുകൾ തമ്മിൽ ചേർത്ത് വെച്ച് അതിനു മുകളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ശ്രമം നടത്തുന്നതിന് വേണ്ടിയാണോ അവരുടെ നീക്കം എന്നതറിയില്ല. അത് ഈ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ അവരുടെ അറിവുകളാണ് അക്കാര്യത്തിൽ പ്രയോഗിക്കുന്നത്. ഈശ്വർ മാൽപ്പെ ആൻഡ് ടീം എന്തായാലും വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഈ റിസ്ക് അവർ ഏറ്റെടുത്തത് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നത്. 6.87 നോട്ട്സ് ഇപ്പോഴും അടിയൊഴുക്കുണ്ട്. എന്നാൽ മാൽപ്പെ ഇറങ്ങാൻ തന്നെയാണ്. ദൗത്യം അതിന്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആദ്യ 2 തവണയും ഡൈവ് ചെയ്ത് വെള്ളത്തിനടിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. ശക്തമായ അടിയൊഴുക്കുണ്ട്, അത് ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ കയർ, അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന കയർ തന്നെ അഴിഞ്ഞുപോയി. നാവികസേനയും മറ്റു രക്ഷാദൗത്യ സംഘവും അദ്ദേഹത്തെ ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്തു നിന്നാണ് സുരക്ഷിതനായി വീണ്ടും ആ മൺകൂമ്പാരത്തിലേക്ക് കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആ ദൗത്യം അതിനുശേഷം ഒരു ചെറിയ ഇടവേള എടുത്തു. വീണ്ടും അവർ സജീവമാവുകയാണ്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴേക്ക് ഒരിക്കൽ കൂടി പോകാൻ ശ്രമിക്കുന്നു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, എന്താണ് അടുത്ത നീക്കം എന്നതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇപ്പോൾ കുറെ കൂടി തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് പരമാവധി വേഗത്തിൽ തുടർ നീക്കങ്ങൾ നടത്തുകയായിരിക്കും ഈ ദൗത്യസംഘം ചെയ്യുക, അല്ലേ?
വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ മറ്റേ നമ്മുടെ ആ കൊണ്ടുവന്നിരിക്കുന്ന ആ നീളമുള്ള അത് ഉപയോഗിച്ചുകൊണ്ട് താഴേക്കിറങ്ങാൻ, അല്ലെങ്കിൽ അതിനെ സഹായകരമായ സാധനമാക്കി മാറ്റിക്കൊണ്ട് താഴേക്കിറങ്ങാനാണ് ഈശ്വർ മാൽപ്പെ അടക്കമുള്ള സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് വീണ്ടും ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചാൽ മതി എന്ന ഇപ്പോൾ ഡ്രോൺ പരിശോധന നടത്തിയിട്ടുള്ള റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടക്കമുള്ള ആളുകൾ ജില്ലാ കളക്ടറോടും ജില്ലാ കളക്ടർ ആ വിവരം ഇവരോടും കൈമാറിയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി മാറുക കാലാവസ്ഥ പ്രതികൂലമാകരുതേ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. ഇന്ന നിൽപ്പിന് മഴ പെയ്യരുതേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. അതിനപ്പുറത്തേക്ക് അടുത്ത ഘട്ടം നദിയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിലിലേക്ക് ഈശ്വർ മാൽപ്പെ ഒരുങ്ങുകയാണ്. ഉടൻ തന്നെ ഈശ്വർ മാൽപ്പെ അടങ്ങുന്ന സംഘം അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പെ നദിയിലേക്കിറങ്ങി പ്രധാനമായും നോക്കുക ആ P4 അടിത്തട്ടിലേക്ക് എത്തി എന്താണ് ട്രക്കിന്റെ അവസ്ഥ, ട്രക്കിന്റെ മുകളിൽ മറ്റെന്തെങ്കിലും എലമെന്റോ മെറ്റീരിയലുകളോ ഉണ്ടോ, ഇതൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ ഒരു ഫസ്റ്റ് സ്കെച്ച് ഡ്രോ ചെയ്യുക. അതിനുശേഷമായിരിക്കാം ഒരു പക്ഷേ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ ഏത് രീതിയിൽ ഇത് ഉയർത്തണം എന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങുകയുള്ളൂ. പക്ഷേ അതിലും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രക്കിന് മുകളിലേക്ക് ചളിയുണ്ട്, ചളിക്ക് മുകളിൽ മണ്ണും കല്ലുകളും പാറക്കല്ലുകളും ഉണ്ട് എന്നുള്ള കാര്യം ആ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി. അത് സിഗ്നലുകൾ ലഭിച്ച ആ വിവരം ഡീകോഡ് ചെയ്ത് ഇതിനോടകം തന്നെ റിപ്പോർട്ടായി കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇനി അതിന്റെ സ്വഭാവം, ആ ട്രക്ക് ഏത് സ്വഭാവത്തിൽ നിൽക്കുന്നു, അതിന് പുറത്ത് എന്തൊക്കെ മെറ്റീരിയലുകൾ ഉണ്ട്, അതെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമോ, അതല്ലാതെ നീക്കം ചെയ്യാതെ ട്രക്കിനെ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയുമോ, ഇതാണ് പ്രധാനമായും ഇപ്പോൾ അവർ പരിശോധിക്കുന്നത്. ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താഴേക്കെത്തുക, വിസിബിലിറ്റി അടക്കം വലിയ പ്രശ്നമാണ്. കാരണം കലങ്ങി മറിഞ്ഞ് തന്നെയാണ് ഇപ്പോഴും നദി ഒഴുകുന്നത്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിൽ നമുക്ക് അത് സാധ്യമാകും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും പരിശോധിക്കുന്നത്. ഷഫീദ് റാത്തൂർ വിവരങ്ങൾ നൽകുകയാണ്.